എല്ലാം എൻ്റെ കഥകളല്ല, എന്നാൽ എല്ലാത്തിലും ഞാനുണ്ട്, എനിക്കറിയാവുന്ന ആരോഗ്യമുണ്ട്. പക പോലും ഒരു ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. പക്ഷെ ഈ ടോക്സിക് ബന്ധത്തിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ടോക്സിസിറ്റിയുടെ മുകളിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ടോക്സിക് ആണെന്ന് തോന്നില്ല. നമുക്കെല്ലാം സ്നേഹമായിട്ടും റിഫ്ലക്ഷൻ ഓഫ് ലവ് ആയിട്ടും തോന്നും. ജീവനെല്ലാം സ്നേഹിച്ച ആളോട് നമുക്ക് സ്നേഹം നഷ്ടപ്പെടാം. അതായത് അമ്മ ചെലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകളടപ്പെന്ന്. ചില മനുഷ്യരുടെ തകർന്ന ബന്ധങ്ങളെ നമ്മൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പൊട്ടിപ്പോയൊരു കുപ്പിയിലെ ചില്ലുകൾ നമ്മൾ ഒട്ടിച്ച് ആ കുപ്പി പഴയ പോലെ ആക്കാൻ ശ്രമിക്കും. നമ്മുടെ കൈ മുറി നമ്മൾ അറിയുന്നില്ല. ഒരു മമ്മിനെ ചോദിക്കണം, നീ എന്താ ഇപ്പോൾ പഴയ പോലെ എന്നെ കേൾക്കാത്തത്, എന്നെ മടുത്തോ? ആ വാക്ക് തന്നെ അപകടമാണ്. നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് കരുതും. പക്ഷെ കോളേജ് ജീവിതം അവസാനിക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മറ്റു വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ജോസഫ് അന്നക്കുട്ടി ജോസാണ്. നമസ്കാരം. നമസ്കാരം. ഹായ്. ഞാൻ എന്ത് സംസാരിക്കും എന്നിങ്ങനെ ആലോചിച്ച് ഇൻട്രോവിനെ വിളിച്ച സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി പുസ്തകത്തിനെ കുറിച്ചൊക്കെ കുറേ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു, കുറേ ആളുകൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബന്ധങ്ങളെക്കുറിച്ചാണല്ലോ പുസ്തകത്തിലൊക്കെ മെൻഷൻ ചെയ്യുന്നത്, പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് പോകുമ്പോഴൊക്കെ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കാം, സൗഹൃദം, പ്രണയം, വിവാഹം, ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ദൈവത്തിൻ്റെ ചാരന്മാരാരൊക്കെയാണ്? ആക്ച്വലി ഒത്തിരി പേരുണ്ട്. നമ്മൾ ചാരന്മാരുടെ പ്ലൂറലാണ്, ഒന്നിലധികം ആളുണ്ട്. നമുക്ക് ഓരോ ഫേസ് ഓഫ് ലൈഫിലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ റോമുള്ള, അവരന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരു എൽസി ടീച്ചറുണ്ട്. ഓരോ ഫേസ് ഓഫ് ലൈഫിലും ഓരോരുത്തരാണ്. അതിപ്പോഴുള്ള ജീവിതത്തിനും ആരൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നമ്പർ എടുക്കാൻ പറഞ്ഞാൽ വലിയ ലിസ്റ്റാണ്. ഒരു പുസ്തകം എഴുതിയിട്ട് തീർന്നിട്ടില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ ചാരന്മാരുടെ ബുക്ക് 21ഓളം ചാപ്റ്റർ 21 ചാരന്മാരെ കുറിച്ചിട്ടാണ്. ഭയങ്കര രസകരം. അത് പലയിടത്തും അതിനകത്ത് മെൻഷൻ ചെയ്ത സൗഹൃദങ്ങളൊക്കെ പലയിടത്തും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്, പലരും മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2ാമത്തെ പുസ്തകം ഉണ്ടല്ലോ, സ്നേഹം കാമം ഭ്രാന്ത്. ഈ അവസ്ഥകളെ എങ്ങനെയാണ് ജോസഫിന്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുക? ഇപ്പോൾ സ്നേഹം കാമം ഭ്രാന്ത് ആക്ച്വലി കുറച്ചുകൂടി ഒരു സീരിയസ് പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്കിടയിൽ തന്നെയുള്ള ചില ബന്ധങ്ങളെ നമ്മുടേതെന്ന് പറഞ്ഞെഴുതാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് പിന്നെ ഫിക്ഷനാന്നൊക്കെയുള്ളൊരു ചെറിയൊരു പുകമറ അതിനകത്തുണ്ട്. എല്ലാം എൻ്റെ കഥകളല്ല, എന്നാൽ എല്ലാത്തിലും ഞാനുണ്ട്, എനിക്കറിയാവുന്ന ആരോഗ്യമുണ്ട്. അപ്പോൾ കുറച്ച് അതിനകത്ത് ചാരന്മാരാണെന്ന് അതിന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ബന്ധങ്ങളെ കുറിച്ചാണ് എല്ലാ ചാപ്റ്ററും നിൽക്കുന്നുണ്ട്. പ്രണയത്തെക്കുറിച്ചുണ്ട്, റിവെഞ്ചിനെ കുറിച്ച്. പക പോലും ഒരു ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. ലസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഭ്രാന്തമായുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ റിലേഷൻസും. അത് റോയായിട്ട് പറഞ്ഞാൽ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അവരുടെ മേത്തേക്ക് നമ്മൾ ആരോപിക്കുകയായിരുന്നു. ഈ ഭ്രാന്തമായ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്കൊക്കെ എന്താ ഉപദേശമായിട്ട് കൊടുക്കുക? എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് പറയുമ്പോൾ ഞാനതെനിക്ക് കേട്ടുകളി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ആയിരുന്നു. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു ഇപ്പം ഏതൊരു ബന്ധത്തിലാണെങ്കിലും അതിനകത്തൊരു സാക്രിഫൈസ് ഒക്കെ ഉണ്ടാവും. കുറേ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു സാധനം. 2 മനുഷ്യർ ചിലപ്പോൾ ഞാനും അപ്പനും അമ്മയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പോലും ഇപ്പോൾ അമ്മ പറയാണ്, കിടന്ന് ഇച്ചിരി നേരത്തെ വന്നാൽ എനിക്ക് ഉറങ്ങാമായിരുന്നു എന്ന് പറയുന്നത് അമ്മയുടെ ഉറക്കത്തിന് വേണ്ടി ഞാൻ രാത്രി 10:30 സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് 5:30 കണ്ട് ഒരു 9:10 വീട്ടിൽ കയറുന്നു. അത് ടോക്സിക് ആണ്, ടോക്സിക് അല്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയോടുള്ള റെസ്പെക്ട്. അമ്മ അത്രയും കഷ്ടപ്പെട്ട് കുറേ കാലം പഠിപ്പിച്ചൊരു സ്ത്രീയാണ്. അമ്മയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മയുടെ ഉറക്കമാണ്. ഞാനിപ്പോൾ ഒരു 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അമ്മ ഉറങ്ങൂല. അമ്മയുടെ ഒരു ഡിസൈൻ അതാണ് ബ്രെയിനിൻ്റെ. അപ്പം എന്നാൽ നമ്മൾ ഇടംവലം തിരിയാൻ സമ്മതിക്കാത്ത, നമ്മളെപ്പോഴും നമ്മളുടെ സംശയത്തിൻ്റെ നേരിൽ നമ്മൾ ആക്കി നിർത്തുക എന്നുള്ളത് ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ടോക്സിക് ബന്ധത്തിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ടോക്സിസിറ്റിയുടെ മുകളിൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ടോക്സിക് ആണെന്ന് തോന്നില്ല. നമുക്കെല്ലാം സ്നേഹമായിട്ടും റിഫ്ലക്ഷൻ ഓഫ് ലവ് ആയിട്ടും തോന്നും. നമ്മൾ ലിറ്ററലി മണ്ടനാക്കപ്പെടുന്ന ഒന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമോ? നമ്മൾ കഴിക്കില്ല. പക്ഷേ അത് വിഷമുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, നല്ലതിനല്ലേ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ മണ്ടനല്ലേ. അതാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. നമ്മളെ എല്ലാം കൊണ്ടും ഇങ്ങനെ എന്താ പറയുക, കെട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ സ്നേഹമായിരുന്നു കാണും, അതൊരു പക്ഷേ കെയറിൻ്റെ അങ്ങേയറ്റമായിരിക്കും എന്ന് കരുതുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വിഷം ചേർത്ത ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. ബാലൻസാണ്
കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് എനിക്കും പറയാറുകൂടാ. കാരണം ഞാനൊരു ഐഡിയൽ മനുഷ്യനാണോ, നമ്മൾ വിവാഹം കഴിക്കുന്ന വ്യക്തി, പ്രണയിക്കുന്ന വ്യക്തി ഐഡിയൽ വ്യക്തിയാണ്. ഐഡിയലിസം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ടോക്സിറ്റി തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അത് ആയിരിക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം, അത്രയും പീസ് ഓഫ് മൈൻഡ് ലാഭിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം എടുക്കും നമുക്ക് മനസ്സിലായത് ഇത് നമ്മൾ ചില സമയത്ത് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കടത്തുമല്ലോ, ഒരു 2 മാസം ഇരുന്ന് പിഴിച്ചിൽ കഴിയുമ്പോൾ പുറത്തും ഇത്രയും സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മൾ അറിയണ്ടാവുക. സോ എന്നോട് ടോക്സിറ്റി അതിലോട്ട് വന്നിരുന്ന് കേൾക്കാനാണ് പതിവ്. നമുക്ക് മറ്റേ ഉയരെ സിനിമയിലല്ലേ പറയുന്നത്, സോ ഇങ്ങനെ പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റണം ജീവിതത്തിൽ. ഉറങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് ശ്വാസം എടുത്ത് ഉറങ്ങണം. അത് നിഷേധിക്കപ്പെടുന്ന എന്തും ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരാൾക്ക് വർക്ക് ആവാതിരിക്കുകയും മറ്റൊരാൾക്ക് വർക്ക് ആവുകയും, പക്ഷെ ഒരാൾ അതിൽ നിന്ന് നിർത്തിപ്പോരുകയാണ്, ആ ബന്ധത്തിൽ നിർത്തിപ്പോരുകയാണ്. അപ്പൊ അതിനെ തേപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം ആ വാക്കിനെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വാക്ക് കറക്റ്റ് ആണോ എന്ന് തോന്നിയിട്ടുണ്ടോ ഒരു ബന്ധത്തിൽ നമുക്ക് പറ്റാതെ നമ്മൾ ഇറങ്ങി വരേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന്? അഗൈൻ ഒരു മനുഷ്യൻ വല്ലാത്ത രീതിയിൽ ഒഴിവാക്കപ്പെടാൻ തരാം. ഇപ്പോൾ നമ്മളൊരാളെ പ്രണയിച്ചു, പിന്നെ നമുക്ക് അയാളെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് അയാളെ എങ്ങനെയും ഒഴിവാക്കണം, നമ്മളത് ഇതൊക്കെ പറഞ്ഞ് അയാളെ ഒഴിവാക്കുന്നു, അയാൾ പോകുന്നു. കുറേ കാലം കഴിയുമ്പോൾ അയാൾ തിരിച്ചറിയാണ് അയാൾ വിചാരിച്ചത് മ്യൂച്വലി പറഞ്ഞതിനെ നമുക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞതാണ്, രണ്ടുപേരും ഓക്കെ, രണ്ടുപേർക്ക് ഇത് പറ്റില്ലാക്കി. പിന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ലിറ്ററലി നമ്മൾ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരുപക്ഷെ അവർ എന്നെ തേച്ചതാണെന്ന് ചിന്തിക്കുന്ന ചിന്തയെ നമുക്ക് കുറ്റം പറയാമല്ലോ. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു തേപ്പൊന്നും ഒരിക്കലും പറയരുതെന്ന് പോലും. നമ്മളിങ്ങനെ അനുഭവങ്ങൾ പാച്ചാളികളിൽ എന്ന് പറയുന്ന പോലെ. എങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല തേപ്പ് എന്നുള്ളത്. അഗെയിൻ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെയുള്ള ഒരു ലൈഫിൽ നിന്ന് നാളെ എന്താണ് ലൈഫ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. ഒരു നമുക്ക് ഐഡിയൽ എന്ന് പറയാവുന്ന ശരിയെന്ന് പറയാവുന്ന ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ ലവ് ക്യാൻ ഡിസപ്പിയർ. ജീവനെല്ലാം സ്നേഹിച്ച ആളോട് നമുക്ക് സ്നേഹം നഷ്ടപ്പെടാം. അത് ഭയങ്കര ക്രൂരമായൊരു കാര്യമാണ്. ഈ പ്രകൃതിയുടെ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ മുകളിൽ നിന്ന് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ചിന്തിക്കാനുള്ള മോറലി വളരെ ഹൈ ആയിട്ടുള്ള മൊറാലൊക്കെ ഉള്ള മനുഷ്യർ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ. ബട്ട് ലവ് വിൽ ഡിസപ്പിയർ. വളരെ ചുരുക്കാളുകൾക്ക് ചിലപ്പോൾ അത് ലൈഫ് ലോങ് നിൽക്കുമായിരിക്കും. ചില ബന്ധങ്ങളുണ്ടല്ലോ, മരണം വരെ പ്രണയം ബ്യൂട്ടിഫുൾ ആണെന്ന് ചിന്തിക്കുന്നവർ. പിന്നെ ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ 3 വർഷത്തെ വാലിഡിറ്റി ആയിരിക്കും. എക്സ്പയറി ഡേറ്റ് പോലെ തന്നെ പ്രണയത്തിന് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇൻറ്റൻസിറ്റിക്ക് മെല്ലെ മെല്ലെ ചിലപ്പോൾ ഇല്ലാതാവാനും മതി. ബട്ട് ഒരു കാലത്തും ഒരാളെ ആദ്യം സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഇതെൻ്റെ തോന്നൽ മാത്രമല്ല, ശരിയായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് പറ്റില്ലെന്നാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വീകരിച്ച് അയാളോടൊപ്പം തന്നെ ആയിരിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ കുറച്ചുകൂടി ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ബന്ധങ്ങൾ എപ്പോഴും മനോഹരമാണെന്ന് ചേട്ടൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പം ഈ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെപ്പോഴെങ്കിലും ബന്ധനമായി മാറിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ലൈഫിൽ? ബന്ധനമായിട്ട് മാറിയത് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2017 വീഡിയോ വൈറലാവുന്നത്. അപ്പം എന്നാൽ എൻ്റെ വിചാരം ഞാൻ എല്ലാവരെയും സഹായിക്കണമെന്നാണ്. എൻ്റെ അടുത്ത് ചേട്ടാ ക്യാൻ യു ഹെൽപ്പ് എന്നൊക്കെ ഞാൻ ഇവരെപ്പോഴും എത്ര ഇവരെ എൻ്റെ ഒരു ഇതുപോലെ നമ്മുടെ ഒരു അറിവില്ലായ്മയാണ്. ചില മനുഷ്യരുടെ തകർന്ന ബന്ധങ്ങളെ നമ്മൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പൊട്ടിപ്പോയൊരു കുപ്പിയിലെ ചില്ലുകൾ നമ്മൾ ഒട്ടിച്ച് ആ കുപ്പി പഴയപോലാക്കാൻ ശ്രമിക്കും. നമ്മുടെ കൈ മുറി നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മൾ സഹായിക്കാൻ ശ്രമിച്ച ഒരാൾ നമ്മൾ നിരന്തരം സഹായിച്ച അയാളെ പുറത്തേക്ക് കിടക്കാൻ നമ്മൾ സഹായിക്കുന്നു. പിന്നെ നമ്മൾ നമ്മുടേതായ തിരക്കുകളിലേക്ക് കിടക്കുന്നു. ഒരു മൊമെൻ്റ് ചോദിക്കണം, നീ എന്താ ഇപ്പോൾ പഴയ പോലെ എന്നെ കേൾക്കാത്തത്, എന്നെ മടുത്തോ? ആ വാക്ക് തന്നെ അപകടമാണ്. ഒരു പെൺകുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, നീ ഇത്രയും കാലം എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ ഇതിനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എന്തെന്നെ താല്പര്യം എന്നെ സഹായിക്കാൻ എന്നെ മടുപ്പ് കമാ അത്. പിന്നെ നമ്മൾ അവരായിട്ട് എതിരിടണമെങ്കിൽ എനിക്ക് അവരോട് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങളോട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യം ഉത്തരം നൽകി. ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ കൺഫ്യൂഷനിലാണ്, അപ്പം ഇങ്ങനെ ഒരാളെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ അവൈലബിൾ, നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ തിരക്കുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്നുകൊണ്ട് സഹായിക്കുന്നില്ല എന്ന് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അത് ബന്ധനം തന്നെയാണ്. അതിനുശേഷം ഞാനിപ്പോൾ കൃത്യമായ അകലം എല്ലാ കാര്യത്തിലും എല്ലാവരും. ഇപ്പം എന്നോട് ഒരാൾ കാണണമെന്ന് പറയാൻ പറയും, മെയിലിടണം. ഒരു ഇപ്പം എൻ്റെ സുഹൃത്താണ് ഈ പോലും, എന്നെ 2 തവണ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ജോസഫ് ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് മെയിലിടാവും. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ഒഫീഷ്യൽ. മെയിലെടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്താലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അതൊരു ചാടയ്ക്ക് പറയുന്നതല്ല, ഇങ്ങനെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ കാണാൻ തീരുമാനിച്ചതെന്ന് എനിക്കിത് അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ പല ബന്ധങ്ങളായി തോന്നി. ഞാൻ വിചാരിക്കുന്നത് തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. ഒരു ആൻറ്റി ഉണ്ട്, അവരെപ്പോഴും ബെഡിലാണ്, അവർക്കിങ്ങനെ മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു ആൻറ്റി ഉണ്ട്, അവരെപ്പോഴും എന്നോട് സ്നേഹം
ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരോട് നമുക്ക് എന്നെ അനിയെ പോലെ മകനെ പോലെ കരുതുന്നുണ്ട്, രണ്ടും പ്രായമായ ആളുകളാണ്. പക്ഷെ ഒരാൾക്ക് ഒരു പരാതി പോലും ഇല്ല. അവരിങ്ങനെ ഇടയ്ക്ക് എടാ നീ ഉറങ്ങിയോ മോനെ, നീ ഉറങ്ങിയോ, എൻ്റെ കണ്ണിൻ്റെ പരിക്ക് പറ്റിയത് എന്തായി. ചിലപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യത്തിന് ഒരാഴ്ചത്തേക്ക് റിപ്ലൈ ചെയ്യണ്ടാവില്ല. അത് ഞാൻ ഇതിൽ വിട്ടുപോയതായിരിക്കും. പക്ഷെ അവരുടെ മെസ്സേജുകൾ ഒരു പരാതിയില്ലാതെ തുടരുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനുള്ള മെച്യൂരിറ്റിയിലേക്കൊക്കെ എത്തിപ്പെട്ട കുറച്ച് മനുഷ്യരുള്ളപ്പോൾ എല്ലാ ബന്ധങ്ങളും സ്വർഗമാണ്. നമ്മുടെ കുഴപ്പമില്ല അത്, അവിടെയും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും സ്നേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യനെ ഒരാളെ വളരെ കാര്യമായി സ്നേഹിക്കുന്നു, അയാളെ കെയർ ചെയ്യുന്നു, അന്വേഷിക്കുന്നു. അയാളുടെ ഭാഗത്ത് ഒരു റെസ്പോൺസും ഇല്ലാണ്ടാവുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞാൽ മഹത്വചനം പറയാൻ ചിലപ്പോൾ ക്രിസ്ത്യനിക്ക് പറ്റില്ല. ആസ് എ ഹ്യൂമൻ നമ്മൾ സ്നേഹം തിരിച്ച് പ്രതീക്ഷിക്കുകയായിരിക്കും. പക്ഷെ അതിന് മുകളിൽ ചവിട്ടി ചെയ്യുന്നുണ്ട് ലെറ്റ് ഇറ്റ് ബി എന്ന് ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യൻ ഭൂമിയിലുണ്ട്. ഇനി ചില ബന്ധങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ബന്ധനമാവാണ്ടിരിക്കാൻ കൃത്യമായിട്ട് ഈ മെയിലും വളരെ ഫോർമലായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തിയാണ് ഞാൻ ഒരാളെ സഹായിക്കാൻ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെ ബന്ധത്തിലേക്ക് കിടക്കുള്ളൂ. ഇത്രയും ആളുകൾ ചുറ്റി നിൽക്കുമ്പോഴേ ഇതിൽ നിന്ന് എനിക്ക് വേണ്ട സൗഹൃദങ്ങൾ ഇതാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? എനിക്ക് വേണ്ട സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരഞ്ഞെടുത്തിട്ടില്ല. സൗഹൃദങ്ങൾ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു എനിക്ക്. എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഋഷികേഷ് മുണ്ടാണി എന്ന് പറയുന്ന ഒരാൾ. ഞാൻ റേഡിയോ മിർച്ചിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ വൈറലായിട്ടൊക്കെയാണ് റേഡിയോയിലേക്ക് വിളിക്കുന്നത്. അപ്പം ഞാൻ കയറുമ്പോൾ എല്ലാവർക്കും എന്നോടൊരു ബിൽട്ടിൻ ഒരു സാധനമുണ്ട്, വീഡിയോ കണ്ടിരുന്നു, വെൽക്കം, വരുന്നതിൽ സന്തോഷം നമ്മുടെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷി ഇങ്ങനെ താടി നോക്കിയിട്ട് ഒരു ഹൈബ്രിഡ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ബ്രോ നമ്മളെല്ലാം ചവിടിക്കാൻ വരുന്നുണ്ടോ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഉള്ളാൽ ചിന്തിക്കണ്ട. എന്നോടൊരു അന്ന് നമ്മൾ അത്രയും കുഞ്ഞു മനസ്സമ്മടെ ഞാനിങ്ങനെ വീഡിയോ വൈറലായിട്ട് എന്നെ എന്തെന്ന്. പിന്നെ നമ്മൾ പോകുന്നവരോട് സംസാരിക്കുന്നു, ഒരു ഇവിടുത്തെ പഴംപൊരിയും ബീഫും എല്ലാം പറയുന്നു, നമ്മൾ കഴിക്കുന്നു, വർത്താനം പറയുന്നു. എഗെയിൻ എപ്പോഴുള്ള ഇൻട്രാക്ഷൻസ് ഇല്ല. പക്ഷെ ഇന്ന് ഋഷികേഷ് മുണ്ടാണി എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന ബുക്കിൻ്റെ ഫസ്റ്റ് റീഡറാണ്. അതിൻ്റെ അവതാരിക എഴുതിയതവനാണ്. ദൈവത്തിൻ്റെ ചാരന്മാർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഋഷികേഷ് മുണ്ടാണിയാണ്. ഞങ്ങളിപ്പോൾ കോ ഓതേഴ്സ് പോലെയാണ്. ഞങ്ങൾ ഹാർപ്പർ കോളിൻസ് വലിയ പബ്ലിഷറായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രാൻസ്ലേറ്റ് റിട്ടൺ ബൈ ജോസഫ് കുട്ടി, ട്രാൻസ്ലേറ്റ് ബൈ ഋഷികേഷ് മുണ്ടാണി. ഞാൻ നോക്കിയിട്ട് നല്ല ആളുകളെ നോക്കി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഋഷി എൻ്റെ ഫ്രണ്ടല്ല, ഋഷികേഷ് സംഭവിച്ചാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇങ്ങനെ ഞാൻ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, ഹീസ് ദെയർ. ആൻഡ് നമുക്കൊരു കാര്യം ചോദിച്ചാൽ വളരെ ജെന്യുവിനായിട്ട് ആളത് നമ്മളോട് ഇടപഴകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനെല്ലാവരോടും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ വന്നു ചേർന്ന സൗഹൃദമുണ്ട്. ഇപ്പോൾ ആൽബിൻ എന്നൊരു സുഹൃത്തുണ്ട്, ഫ്രാൻസിസ്, നിബിൻ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, മേരി, എനിക്ക് കുറച്ചധികം ആളുകളുണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്ന പോലെയാണ്. നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് കരുതും. പക്ഷെ കോളേജ് ചെയ്ത് അവസാനിക്കുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുണ്ടാവുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയമാണ് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് യു സീക്ക് ഈസ് സീക്കിങ് യു. നമ്മൾ എന്താണോ തേടുന്ന അതേ മൈൻഡ് സെറ്റുള്ള ആൾ നമ്മളിലേക്ക് വന്നിരുന്നു എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു 3 പേരുടെ പേര് പറഞ്ഞാൽ ആരുടെയൊക്കെ പേര് പറയും? ബൈ ഡിഫോൾട്ട് ഫാമിലിയാണ്. അപ്പരമ്മ, 2 ചേട്ടന്മാർ. അതല്ല, ഫാമിലി മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എഗെയിൻ എനിക്ക് നമ്പർ ഓഫ് ആളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ സെമിനാറിൽ പോയിട്ട് എനിക്ക് ഗുരു എന്ന് ഞാൻ കരുതുന്ന മനുഷ്യരെല്ലാം പ്രീസ്റ്റുകളാണ്. ഒരു ബിനോജ് മുളവരിക്കൽ, വിൻസൻ ഗുണ്ടോളം, സിജു കൊമ്പൻ, ഇത് 3 അച്ഛന്മാർ. അങ്ങനെ ഒരു കാറ്റഗറിയിൽ 3 പേർക്ക് വിശ്വസിക്കാനുള്ളവരുണ്ട്. കാരണം നമ്മളിങ്ങനെ തകർന്നു പോയാൽ അവരെന്നെ ഭാഗത്തേക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൂട്ടുകാരിൽ നിബിനുണ്ട്, ആൽബിനുണ്ട്, ഇങ്ങനെ പറയാണെങ്കിൽ കുറേ പേരുണ്ടെന്നേ. എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡാണ്. ഇത് അതായത് ഇങ്ങനെ അവരെനിക്ക് വേണ്ടി ജീവൻ വരെ കളിയെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദ വിൽ ബി ദെയർ എന്നൊരു വിശ്വാസം. നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സിലെ കുഴിയിലേക്ക് ഞാൻ വീണിട്ടുണ്ടെങ്കിൽ ഒരു 3-4 പേര് ചിലപ്പോൾ ഇറങ്ങാൻ റെഡിയായിരിക്കുന്നുണ്ട്. സാധനം അത്രേ ഉള്ളൂ. അത് തന്നെ ഒരു വലിയ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് തന്നെയാണ്. ഋഷി പിന്നെ ഞാൻ പറയാതിരുന്നാണ് മുണ്ടാണിയുടെ പേര്. ഞാൻ മുണ്ടാണി എന്നാണ് വിളിക്കുന്നത്, സോറി. അത് ബൈ ഡിഫോൾട്ട് അത് അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ സെക്കൻഡ് തോട്ട്സ് ഇല്ലാത്തൊരു ബന്ധമാണ്. ഫാമിലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഈ പപ്പേനെയാണല്ലോ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ. ഞാൻ ഇന്നലെയും കൂടെ കണ്ടു. തിരിഞ്ഞു നോക്കിയാൽ വേഗം സൂപ്പ് വരില്ല മിസ്റ്റർ പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. അച്ഛൻ ഇതിന് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? നീ എപ്പോഴും എന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രോൾ ചെയ്യാൻ? ഒരിക്കലും. അപ്പനെ 4 ആള് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പനെ ഞാൻ കളിയാക്കിയിട്ടാണെങ്കിലും
അപ്പം എടാ ഇത് കണ്ടിട്ട് ആളെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ഞാൻ ഇങ്ങനെ കുറച്ച് ആളുകൾ റെക്കഗ്നൈസ് ചെയ്തൊരു ഫേസ് ആയതിൽ അനാവശ്യമായിട്ട് അഭിമാനിക്കുന്ന ഒരാളാണ് അവൻ. അതൊരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ. ഇപ്പം മകൻ്റെ പുസ്തകങ്ങൾ ആൾ വായിക്കുന്നു, മകനെ അത്യാവശ്യം കുറച്ച് ആൾക്കൊക്കെ അറിയാം എന്നുള്ളതൊരു ബാലൻസ്ഡ് തോട്ടാണ്. അവനെല്ലാവരും അറിയണം എന്ന് ചിന്തിക്കുന്നത് ഒരു പിതാവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചൊരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ് പുള്ളിയോട് ഒരു ഇടയ്ക്ക് നമുക്ക് റീലൊക്കെ ചെയ്യണം എന്ന് പറയുന്ന പുള്ളിക്ക് ഭയങ്കര താല്പര്യം. ഇടയ്ക്ക് കൊറോണ സമയത്ത് നമ്മൾ 2-3 റീലുകൾ ചെയ്തായിരുന്നു. അപ്പം അപ്പൻ്റെ ഗ്യാങ്ങിൽപ്പെടുന്ന ആൾക്ക് മാഷേ എന്നിട്ട് അഭിനയിക്കേണ്ടത് പുള്ളിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഫാദറിന് അത് ഒരിക്കലും ട്രോളായിട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പനത് ഇറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഐ എം സെലിബ്രേറ്റിംഗ് മൈ ഫാദർ. അത് കാണുന്ന ഒരാൾക്കറിയാലോ, അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ സെലിബ്രേഷനാണ്. ഡേറ്റ് വിത്ത് അപ്പൻ എന്നാണ്. അപ്പൻ ഹോട്ടലിൽ ഇരിക്കുന്നു, അപ്പൻ 4 മണി സൂപ്പ് വെച്ചിട്ട് വരാത്തത് ടെൻഷൻ അടി. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തു, ഡേറ്റ് വിത്ത് അപ്പൻ എന്ന് പറഞ്ഞിടും. 2 മണി തിരിഞ്ഞു നോക്കിയാൽ സൂപ്പ് വരില്ല. മിസ്റ്റർ എന്ന് പറയുന്നതും ഒരപ്പനും മകനും നമ്മുടെ ബന്ധത്തിൻ്റെ ആഴമാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും അപ്പനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ട്രോളിൽ നിന്ന് നമ്മളൊരു കൗതുകരമായി വിളിക്കുന്നുണ്ടെങ്കിലും അത് ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. അപ്പം അപ്പനെ സന്തോഷമാണ്. ഈ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാണ്. ചിലർ പറയാറുണ്ട് ആൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അച്ഛന്മാരോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അതായത് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ വഴി പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എത്തി ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു വാക്ക് തർക്കം വന്നാൽ അതൊരു വലിയ രീതിയിലേക്കൊക്കെ പോകും എന്നൊക്കെ ഭയക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. സുഹൃത്തുക്കളാണല്ലോ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബന്ധം ഭയങ്കര മനോഹരമാണല്ലോ. അങ്ങനെ വരുന്നതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് പണ്ടാറ് എഴുതി വായിച്ചത് എൻ്റെ കൂട്ടുകാരൻ തന്നെ എഴുതിയതാണ്. ഫ്രാൻസിസ് നിബിൻ എഴുതിയതാണെന്ന് അറിയില്ല. അതായത് അമ്മ ചെലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകളാണ് അപ്പൻ. അത് കുട്ടിക്കാലത്തൊക്കെ വേഗം കഴിച്ചാൽ അപ്പനെങ്ങനെ പാവും പോലെ ഇങ്ങനെ ഞാനാണ് കൂട്ടാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരു സാധനം ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലത് അധികം അങ്ങനെ കണ്ടില്ലായിരുന്നു. പിന്നെ അപ്പൻ കുറച്ചൊരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോർഗിവിങ് നേച്ചറൊക്കെ ഉള്ള പോലെ, അറ്റ്ലീസ്റ്റ് മക്കളോട് ഉള്ള പോലെ. ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ നാട്ടിൽ ഫംഗ്ഷൻ പോയി. ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് എന്നെ വേറൊരാളെ എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത ഒത്തിരി എൻ്റെ കാല് ചെറിയ ഇഞ്ചുറി പറ്റി. അപ്പോൾ കാറിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ കാറിൽ എൻ്റെ പുറകിലൊരു ഓർഗനൊക്കെ വായിക്കുന്ന ചേട്ടനുണ്ട്. മാഷിൻ്റെ സ്റ്റുഡൻ്റ് ആട്ടോ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ആണോ എന്ന് ചോദിച്ചു ഞാൻ. ആ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു സഹപാഠി അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടൊന്നുമില്ല. അപ്പോൾ മാഷിങ്ങനെ ചോദിക്കല്ല, വണ്ടിയാണ് മാഷ് നല്ലപോലെ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ ചോദിക്കും ഇങ്ങനെ ചോദിക്കുക ഓരോരുത്തർ എന്താ പഠിക്കാൻ? മറന്നുപോയി സാർ അടിയും. ഒരുത്തും പറഞ്ഞു മാഷെ ഞാൻ പഠിക്കാറിയുന്നൊരുത്ത് വെള്ളം അടിച്ചു വന്ന് എൻ്റെ അപ്പൻ ബുക്ക് വലിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? എവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൻ അതിനുശേഷം ഇൻ്റർവെല്ലിൽ മാഷന്മാർക്ക് തൊട്ടപ്പുറത്ത് നവ്യ ബേക്കറി ഉണ്ട്. അപ്പൻ അവനെയും കൊണ്ടുപോയി എന്താ പറ്റിയെന്ന് വെച്ചൊരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നു. അത് ഏകദേശം ഒരു 35-30 കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ ലെഫ്റ്റിലിരുന്ന് ഒരാൾ പറയുമ്പോൾ എൻ്റെ അപ്പനെ കുറിച്ച് എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഞാൻ വാസ് എ ഗുഡ് മാൻ. അറ്റ്ലീസ്റ്റ് വിദ്യാർത്ഥികളോട് മക്കളോട് എനിക്ക് നമ്മളിപ്പോൾ അപ്പനെ കുറിച്ചല്ല പറയുമ്പോൾ എനിക്ക് അപ്പനാൽ വേദനിക്കപ്പെട്ട മനുഷ്യർ ഭൂമിയിലാണ് എനിക്ക് അറിഞ്ഞൂടെ അവരുടെ എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ഐ ഹാവ് എ ഗുഡ് ഫാദർ ആൻഡ് ഐ എം സെലിബ്രേറ്റിംഗ് ഹിം. അത് എനിക്കൊന്നു ഒരു മകന് അപ്പനുമായിട്ടുള്ള ബന്ധം നല്ല പോലെ ഫാദറിൻ്റെ കയ്യിലിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പൻ്റെ ഹ്യൂമർ സെൻസും അപ്പൻ ഇടപെടുന്ന രീതി, അപ്പൻ ഞങ്ങളോട് സാരില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ അൺഫോർച്ചുനേറ്റായിട്ട് കുറേ ആളുണ്ടാവും അപ്പം ഭയങ്കര അപ്പൻ്റെ മുഖത്തൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് അറിയൂടാ. എന്താ അങ്ങനെ പുതിയ ജനറേഷൻ അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ ജനറേഷനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള ജനറേഷനിലൊക്കെ അപ്പന്മാരൊക്കെ അടിപൊളിയല്ലേ. പിള്ളേരുടെ ഒപ്പം റീലുകൾ എടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. പിന്നെ ഇപ്പം എന്നൊക്കെ ഇങ്ങനെ പണ്ട് നല്ലപോലെ അടിച്ചിട്ടുണ്ട് അപ്പനൊക്കെ ഇങ്ങനെ ചെറിയ പിള്ളേരെ തല്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനുഷ്യൻ നിങ്ങൾ പണ്ട് പട്ടക്കൊല്ലം അടിയാവുന്ന ഓർമ്മകൾ നമുക്ക് തന്നെ. അപ്പോൾ ദേ ആർ ചേഞ്ചിങ്. അമ്മയുടെ പങ്ക് എന്താണ് ഈ ഒരു ട്രോളിലൊക്കെ? അമ്മ വരാറുണ്ടോ? അമ്മയ്ക്ക് പബ്ലിക്കലി അപ്പിയർ ആവുന്ന ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇപ്പം എൻ്റെ ഇതുപോലെ അമ്മ ഇങ്ങനെ 100% ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയ്ക്കൊന്നും അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ മറ്റേ ഫോട്ടോ വെച്ച ഗ്ലാസ്സിൽ കോഴിക്ക് വെള്ളം കൊടുത്ത വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലും വലുതുണ്ടെന്നേ. ഞാൻ ദൈവത്തിൻ്റെ ചാരന്മാരുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ എഴുതിയത് ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചേക്കാം. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് A4 സൈസിൽ ഇങ്ങനെ വെച്ചേക്കാം. അപ്പം അമ്മയ്ക്ക് കൃഷിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ നോണരുത് ഒരു ഈ A4 എന്തോ ഇങ്ങനെ
എന്താ പുഴു കുത്താണ്ടിരിക്കാൻ okay. നമ്മളേത് പാവയ്ക്കൊക്കെയാണോ? ദൈവത്തിന്റെ ചേരന്മാര് ഇരട്ട ലജ്ജ എന്ന് പറഞ്ഞ ചാപ്റ്റർ, അമ്മയെ കുറിച്ചുള്ള ചാപ്റ്റർ കൊണ്ട് തന്നെ ആ പേപ്പർ എടുത്ത അമ്മ പാവയ്ക്കയുടെ ചുറ്റും ഗതി. അപ്പൊ ഞാൻ വിളിച്ച അമ്മ ഇത് ഞാൻ ചോദിക്കുന്നത്, അമ്മ ഇത് എന്റെ എടാ അത് ഇങ്ങനെ കെട്ടിവെച്ചുള്ള ഗുണം എന്ന് പറയും, പുഴു കുത്തില്ല പറയേ. ഓക്കെ. അപ്പോൾ പിന്നെ ആരോ ഗിഫ്റ്റ് നൽകിയ, എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടാറുണ്ട് എൻ്റെ പടം തന്നെ വെച്ച്. ചിലപ്പോൾ നമ്മൾ പോകുന്ന ഈ ഇവന്റുകളിൽ സാർ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ടോ സ്വന്തം പടം. ഇപ്പൊ കോഴിക്ക് വെള്ളം കൊടുക്കാൻ നല്ലൊരു ഗ്ലാസ് ഇല്ല. കെട്ടിയിട്ട് സ്നേഹപൂർവ്വം ജോസഫിന് എന്നുള്ള ഒരു ഗ്ലാസ്സിൽ അപ്പൻ അമ്മ അങ്ങനെ കോഴിക്ക് വെള്ളം കൊടുക്കും. നമ്മളിത് കാണുമെങ്കിൽ അകലെന്ന് കമന്റ്സ് വന്നില്ലേ? അതുപോലെ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്യാൻ പറ്റും, അമ്മ അതിനെങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ ഇത് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴാണ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് തിരക്കി ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നുള്ളൂ. അമ്മയെ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പനും ഡീസന്റ് മനുഷ്യരാണ്. ഇത് നമുക്ക് എനിക്ക് എന്നെ കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേർക്ക് ഇത് പറയാൻ പറ്റുന്നെങ്കിൽ അവിടെ ഡീസന്റ് അത് പറയും. വേണ്ട നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ, ഞങ്ങൾ പോയ നിനക്ക് ആരൊക്കെ ഉണ്ട്. അമ്മ എനിക്കിപ്പോൾ അതിനോടൊരു ചിന്തയില്ല. അല്ല നീ ഇത് പറയുമ്പോൾ രണ്ടു തവണ പറഞ്ഞാൽ പോലും വെരി ജെന്റിൽ. അപ്പോൾ അമ്മ അവർ ചിന്തിക്കുന്നത് രണ്ട് ചേട്ടന്മാരും പുറത്ത് സെറ്റിൽഡായി, എനിക്ക് ആരുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ടോക്ക് കഴിഞ്ഞ് വരുമ്പോൾ വെയിറ്റ് തുറന്ന് അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികൾ, അല്ലെങ്കിൽ നമുക്ക് ടോക്കിന് കിട്ടിയൊരു തുക അമ്മേനെ ഇങ്ങനെ ഏൽപ്പിക്കാൻ. നമ്മൾ ടോക്ക് കഴിഞ്ഞ് കിട്ടുന്ന തുകയ്ക്ക് വില ഉണ്ടാവുന്നത് ഞാനത് എൻ്റെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇങ്ങനൊരു ചെറിയൊരു കവർ ഇന്ന് കിട്ടിയതാണ്, നമ്മൾ എണ്ണിട്ട് പോലും ഉണ്ടായിരുന്നു കൊടുക്കും. ഇതിപ്പോൾ അങ്ങനെ രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ ഞാൻ ടോക്ക് കഴിഞ്ഞ് വരുന്നു, എനിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ബേസിക് കാര്യം നടത്താതിൻ്റെ ഉപരി അത് വലിയൊരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ ഒരു ഏകാന്തതയെ കുറുകെ കിടക്കാൻ നിനക്ക് കൂട്ട് എന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നിർബന്ധിക്കുന്നില്ല. രണ്ടും ഭയങ്കര വ്യത്യാസമുള്ള വാക്കുകളാണ്. ഓർമ്മിപ്പിക്കുക പറയുന്നത് അവർ അവരുടെ കൺസേൺ ഓർമ്മിക്കുന്നു, നിർബന്ധമില്ല. ഇപ്പം മാട്രിമോണിലൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ, പ്രൊഫൈലുണ്ട്. ജോസഫിന്റെ കുട്ടി ജോസ് അതുകൊണ്ട് നമ്മൾ റീസെന്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇപ്പൊ ചേട്ടനും ഫാമിലിയൊക്കെ വന്നപ്പോൾ ഒരു ഫോട്ടോ ഇട്ടാലാണ് അല്ലെങ്കിൽ ആളുടെ ഫേക്ക് അങ്ങനെ മാട്രിമോണി സൈറ്റിലിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആള് വിസിറ്റ് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മൾ നോക്കും ഇതൊക്കെ ആരാണ് ഇവർക്ക് നോക്കുന്നു. ചിലപ്പോൾ കുട്ടിയെ കാണാൻ പോലും സാധ്യതയുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്, ഇതൊന്നും ഉറപ്പിക്കുന്നല്ല, കണ്ടു നോക്കാം. അവരോട് നമ്മൾ പറയുന്നത് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് കണ്ടു നോക്കാം, സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഒരു സാറും സൈഡിൽ കൂടെ പാരലി നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ മീനിങ് ഫുള്ളായി ജീവിക്കുന്നു. ഇൻ ദ സെൻസ് എന്നോടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ടോക്കുകളും യാത്രകളും സുഹൃത്തുക്കളും അപ്പനമ്മയ്ക്കായിട്ട് പോകുന്നു. ബട്ട് ദർ വിൽ ബി എ ഡേ വിൽ ബി എ ലോൺ. അന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിന് ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം എന്ന നിലയിലാണ് ഞാൻ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ വിവാഹം കഴിക്കരുതെന്ന് പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇറ്റ്സ് മെസ്ഡ് അപ്പ്, ഇറ്റ്സ് കൺഫ്യൂസ്ഡ്. ബട്ട് ഐ ആം ടേക്കിംഗ് സം ബേബി സ്റ്റെപ്സ്. ഒരു നമ്മൾ കുട്ടികൾ ഒന്ന് കണ്ടു നോക്കാം, അവർ പരിചയപ്പെട്ടു നോക്കാം, ഒരു കുട്ടി ഒഫീഷ്യലി സംസാരിച്ച് നോക്കാം. പിന്നെ നമുക്ക് ലെറ്റ്സ് സീ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോൾ എപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം ജോസഫ് ചിന്തിക്കുന്ന സമയത്ത് ഒരാൺകുട്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരു വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്ന് ആലോചിച്ചിട്ടുണ്ട്? എനിക്ക് ഇമ്മീഡിയറ്റ്ലി നേരിട്ട് കാണാൻ പറ്റുന്നത് എൻ്റെ രണ്ട് ചേട്ടന്മാരാണ്. രണ്ടുപേരെ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു ഒരു മാസം അപ്പോൾ 2 ആഴ്ച മൂത്തച്ഛൻ്റെ ഒപ്പം, 2 ആഴ്ച രണ്ടാമത്തെ ഒപ്പം. ഞാൻ നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആർ ഈക്വലി ഷെയർഡ്. ഇപ്പം എൻ്റെ രണ്ട് ചേട്ടന്മാരും ഭംഗിയായിട്ട് കുക്ക് ചെയ്യും. എന്നെ ബ്രിസ്ബനിലായിരിക്കുമ്പോൾ മൂത്താൾ ബ്രിസ്ബനിലാണ്. ആദർശ് രാവിലെ ഇങ്ങനെ നോക്കി എടാ ടാപ്പി പിടിക്കും. ചില ദിവസം ഉള്ളി ഇങ്ങനെ ഇരുന്ന് അരിയുന്നുണ്ടോ, സാധനങ്ങൾ സൈന ചേച്ചി കുക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ മെൽബണിൽ വരുമ്പോൾ അലീനയും അരുണും ഈക്വലിയാണ് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അരുൺ കുറച്ചുകൂടി പിള്ളേരെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും, ചേച്ചി ചിലപ്പോൾ കുത്തിയിരുന്ന് പഠിപ്പിക്കുന്നുണ്ടാവും, പിള്ളേർ പഠിപ്പിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ ആണുങ്ങൾ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എന്ന് എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും ഒരു ബാലൻസ് ചെയ്യുന്ന പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിലൊരു വ്യത്യാസം എൻ്റെ വീട്ടിൽ മാത്രമാണ്, അപ്പനും അമ്മയാണ്. കാരണം അമ്മയാണ് എല്ലാ പണികളും ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പൻ പറയുന്നത് ഞാൻ പുറത്തു പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഗെയിം അപ്പൻ കുക്ക് ചെയ്യും, എങ്കിലും ഒരു ബാലൻസിങ് ആക്ട് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ട് കൂടുതൽ അമ്മയുടെ മേത്തേക്ക് വർക്ക് ലോഡ് വരുന്ന പോലെ പലപ്പോഴും നോയിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. പക്ഷെ എങ്കിലും നമുക്ക് കാണാമല്ലോ, അമ്മമാരെയും ഒബ്സർവ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആണുങ്ങളിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ
ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുള്ള ഉത്തരവാദിത്തം എന്താണോ അതിൻ്റെ പകുതി. അതാണ് എനിക്ക് പറയാനുള്ള ഡെഫിനിഷൻ. അത് എങ്ങനെ വേണമെങ്കിലും ആവാം അതിന്. പിന്നെ ചിലർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പം ഞാൻ ആലോചിക്കുന്നു, സച്ചിൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഡ്രസ്സ് പാകാവുന്നില്ലായിരുന്നു. അർജുനും സാറേ ഇത്രയും വളർന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴാണ് അറിയുന്നത് ഈ വർക്ക് ലോഡ് മുഴുവൻ എടുത്തത് അഞ്ജലി എന്നാണ്, വൈഫാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, സച്ചിൻ അറിഞ്ഞിട്ടും കൂടിയില്ല പിള്ളേർ വളർന്നത് എങ്ങനെയാണ്. സച്ചിൻ റിട്ടയർ ചെയ്ത് ആദ്യം ചെയ്ത് ഐ ആം പ്ലക്കിംഗ് മാംഗോ എന്ന് പറഞ്ഞ വീഡിയോ ആണ്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി. പുള്ളിക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. പുള്ളി 15-ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ മെസ്സി ആന്റോണല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. പക്ഷെ മെസ്സി ത്രൂ ഔട്ട് പുറത്താണ്. പിള്ളേരെ കാര്യമായിട്ടുള്ള നോക്കുന്നത് ആന്റോണല്ലയാണ്. ചില കേസുകളിൽ അങ്ങനെയും വരാം. പക്ഷെ അല്ലാത്തപ്പോൾ ഇറ്റ്സ് ഈക്വലി ഡിവൈഡഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നടുവൊടിഞ്ഞു പോകുന്ന ആണുങ്ങൾ എന്നൊരു സാധനം എവിടെയോ ചേട്ടൻ അത് കേട്ടതാണ്, ഒരാൾ പറഞ്ഞതാണ്. അതിങ്ങനെ ഈ വാക്കുകളുടെ ആഴം ഭയങ്കര ഭീകരമാണ്. ഇപ്പോഴും ചില 2 തരത്തിലുള്ള ആൾ പറയാൻ, ഒന്ന് ദേഷ്യം വന്നാൽ ഞാനവിടെ പറഞ്ഞു തീർന്നു, പിന്നെ ഞാൻ പെട്ടെന്ന് മറക്കുന്നുള്ളൂ. അത് എഗ്രീഡാണ്, പറഞ്ഞു തീർന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്താണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛൻ മരിച്ചുപോയ അച്ഛനെ ഓർത്ത് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവളെ ഒരു കൈന്നൊരു നിമിഷത്തിൽ ഹസ്ബൻഡ് നിന്റെ അപ്പൻ ചത്തുവെന്ന് വെച്ചിട്ട് എല്ലാ നേരം എത്ര പേര് അപ്പന്മാർ ചത്തുപോയിട്ടുണ്ട്, അതോർത്തിങ്ങനെ ഇരിക്കുകയാണോ എന്നുള്ള പ്രയോഗം. അതിനുശേഷം പിറ്റേ ദിവസം ഐഡിയ പെട്ടെന്ന് പറഞ്ഞു ഇതാന്ന് പറഞ്ഞാൽ ഡു യു തിങ്ക് ആ ലേഡിക്ക് അത് പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്ന് പറയുന്നത് തിരിച്ച് സ്ത്രീകളും ഒരു ഹസ്ബൻഡ് അമ്മയുടെ മുമ്പിൽ വെച്ച് തനിക്ക് നട്ടലുണ്ടോ, അത് അവിടെ വല്ല റബ്ബറാണോ എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിൽ നടുവൊടിഞ്ഞിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. കാരണം എപ്പോഴെങ്കിലും പിന്നെ ഒരു 5 വർഷമൊക്കെ നടക്കാൻ പറ്റും, എനിക്ക് നടുവില്ല, എനിക്ക് നട്ടലില്ലെന്ന് പറഞ്ഞ ആളല്ല എൻ്റെ ഭാര്യ. ആ റെഫറൻസ് പിന്നെയും കയറി വരും. ചില റെഫറൻസുകൾ ലൈഫ് ലോങ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കുകളുടെ ആഴം, ദേഷ്യം വന്നാൽ പറഞ്ഞാൽ തീർന്നു, അതോടെ തീർന്നു, ഞാൻ പെട്ടെന്ന് എല്ലാം മറക്കുന്ന ആളാണ്. ബട്ട് നിങ്ങൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾ പറഞ്ഞ അപ്പുറത്തുള്ള ആൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ദാറ്റ് മാറ്റേഴ്സ്. എന്താണ് ഞാനതിങ്ങനെ കേട്ടോണ്ട് എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ കേട്ടോ. നമുക്കത് എനിക്കത് മനസ്സിലാവുന്നത് ഇറ്റ്സ് ഇന്റൻസ്, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ലൈഫാണല്ലോ മനുഷ്യന്മാരുടെ. ഈ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ യുവതലമുറ ഭയക്കുന്നു എന്ന രീതിയിലൊക്കെ ഭയങ്കര ചർച്ചകൾ സജീവമായി വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒരു വിവാഹം കഴിക്കുന്നതിനെ മാറ്റി നിർത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്ന്, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ വാർത്തകൾ ഏറ്റവും കേൾക്കുന്ന ഇൻഫെർട്ടിലിറ്റിയുടെ കഥകളാണ്, അവിശ്വസ്തതകളുടെ കഥകളാണ് എല്ലാം അല്ലേ. പണ്ട് നമുക്ക് ഇത്രയും പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുന്നുണ്ടായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. സത്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ കേൾക്കുന്ന കഥകൾ അല്ലെങ്കിൽ വരുന്ന ട്രോളുകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനൊരു കാര്യം വേണ്ട എന്ന്, ചീറ്റിംഗ് സ്റ്റോറീസാണ് ഏറ്റവും കേൾക്കുന്നത്. പണ്ട് ഒരാൾ ചീറ്റ് ചെയ്യപ്പെട്ടാൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു അയൽവക്കത്തൊരു ചേട്ടൻ പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ട കഥ ഞങ്ങളുടെ അയൽവക്കത്ത് ഭാഗങ്ങളും കൂടി വന്ന ഒരു നാട്ടിൽ ചെറുതായിട്ടൊന്ന് കിടക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് ഈ അനുഭവം കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഷെയർ ചെയ്യാണ്. ഇമോഷണൽ BGM ഇട്ട് ഫൈൻഡ് യുവർ ഓൺ ഹാപ്പിനെസ്. നമ്മൾ അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വിവാഹം കഴിച്ച 100 പേരോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ നിങ്ങൾ എത്ര പേര് ഹാപ്പി ആണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് ഹയർ പെർസെൻറ്റേജ് ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ബേസിക് സർവേ നമ്മൾ ഇങ്ങനെ ഒരുപാട് പേര് എത്ര പേരാണ് ഞാൻ കാണുന്നത്, നമ്മളെ തേടി വരുന്ന മനുഷ്യർ, നമ്മൾ കാണുന്ന മനുഷ്യർ. എന്തായാലും പരിപൂർണ്ണ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു 80 to 70% ഹാപ്പിനെസ് പോലെ ഉള്ളവർ വളരെ ചുരുക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. അഗെയിൻ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പറയുമ്പോൾ പബ്ലിക്കലി ഡിസ്ക്ലെയിമർ കൊടുക്കണം, ഞാൻ മനസ്സിലാക്കി ഐ കുഡ് ബി റോങ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ജനറേഷൻ എന്തായാലും പേടിയുണ്ടാവും. ഇന്നത്തെ ജനറേഷനിൽ ഞാനും പെടുന്നത്. വിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. വിവാഹമോചനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവായിട്ട് തോന്നിയിട്ടില്ലേ?
ഇപ്പൊ മാറിയിട്ടുണ്ടെന്ന് ഇപ്പൊ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ഇപ്പം സെക്കൻഡ് മാരേജിനൊക്കെ ഭയങ്കര പോസിറ്റീവായി എടുക്കുന്ന ഒരു രീതിയൊക്കെ വരുന്നുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെയൊന്നും അല്ല കണ്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും വിവാഹമോചനത്തിൽ നിന്ന് ഇങ്ങനെ വിവാഹമോചനം നടത്തി ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ആളുകൾക്ക്. അപ്പം വിവാഹമോചനവും തമ്മിൽ വരുമ്പോൾ ഈ വിവാഹമോചനം എടുക്കുന്ന ആളുകളുടെ അവസ്ഥയെ പറ്റി എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പോൾ ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് അതിലൊരിക്കലും തുടരാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇപ്പോൾ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്കിന് എന്ത് ന്യായീകരണമാണുള്ളത്? അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുന്നു, ഒരു തരത്തിലും സ്നേഹത്തിൻ്റെ എലമെൻ്റ് ഇല്ല, ആളാളുടെ വഴിക്കുന്നു, അത് മാറുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കുറേയൊക്കെ നമ്മൾ മാറേണ്ടി വരും. കുറേ എന്നല്ല, ഇത് എനിക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു അഗെയിൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കൺവേ, ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. പക്ഷെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ തുടരുന്നത് നമ്മൾ തീർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഫൈൻഡ് യുവർ ഫ്രീഡം എന്നൊക്കെയാണ് എനിക്കും തോന്നുന്നത്. നമുക്കിത് കാരണം നമ്മളെ തേടി വരുന്ന മനുഷ്യരോടൊക്കെ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ എന്തിനു തന്നെ നിൽക്കണം. ഒന്നോ രണ്ടോ അങ്ങനെ കരണത്തടിക്കുന്ന ഹസ്ബൻഡ്, അയാൾ പറയുന്നു എൻ്റെ കുടുംബങ്ങളിലും എൻ്റെ അമ്മയെ അപ്പം തല്ലുന്ന എന്നിട്ടാണ് ഞാൻ വളർന്നത്, എൻ്റെ വിശ്വാസം സംഹിത ഇതാണ്. അവിടെ പിന്നെ അടി കൊള്ളണോ? പബ്ലിക് സ്പേസിൽ അടിക്കുന്നു, കടത്തടിക്കുന്നു, എല്ലാവരും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു. അവരുടെ ഇപ്പം ക്രിസ്ത്യാനി എന്ത് പറയും? പിന്നെ അത് വേറെ വലിയ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ജീവിക്കണമല്ലോ നമുക്ക് ഈ ഭൂമിയിൽ. ഈ ആളുകൾ വന്ന് അവരുടെ സങ്കടങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പൊ ഈ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കാറില്ലേ? 100%. അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ചടങ്ങാണ് അത് ശരിക്കും പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരു ഫിൽറ്ററൊക്കെ വെച്ച് തുടങ്ങി. നമുക്ക് എല്ലാവരെയും സഹായിക്കാനും എല്ലാവരെയും കേൾക്കാനൊന്നും പറ്റില്ല. ചിലർക്ക് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഒരു ഭീകരമായ സങ്കടം. ഇപ്പം എനിക്കൊരു സങ്കടം ഉണ്ടായ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗുരുവായിട്ടുള്ള മനുഷ്യനെ പലതവണ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, പുള്ളി എടുക്കുന്നില്ല. പലരും വഴി ഞാൻ എത്തിച്ചു. പിന്നെ 2 വർഷമായിട്ട് അദ്ദേഹത്തെ കാണുന്നു. അപ്പോൾ സംസാരിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കണ്ണെന്ന് അറിയാം അങ്ങനെയാണ്. ഒന്ന് പരിഗണിച്ച് പോലും, മോനെ നീ എന്താണ് കടന്നു പോകുന്നതെന്നും നിൻ്റെ സങ്കടം കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്. കാരണം നീ തന്നെ തുഴഞ്ഞു കയറേണ്ട പുഴയാണത്. ഞാൻ എന്ത് ചെയ്തിട്ട് അതിനകത്തൊരു കാര്യമില്ല. അത് നീ തന്നെ തുഴഞ്ഞു കയറിയാൽ പിന്നെ ഒരു തരി പോലും ബാക്കിയിലാണ് ഞാനത് പുറത്ത് കിടക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കയറി നിനക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വേറെ അല്ലാതെ ഉണ്ട്. സോ ഐ വാസ് അലവിങ് യു ടു ഗോ ത്രൂ ഇറ്റ്. ഇപ്പം ചില സങ്കടങ്ങൾ അവർ കടന്നു പോയാൽ പറ്റും. നമുക്ക് കൃത്യം വായിക്കുമ്പോൾ സങ്കടം തോന്നും, ചേട്ടാ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ട്, എനിക്കിപ്പോൾ സംസാരിക്കാൻ ഞാൻ തകർന്നു പോകും. അപ്പോൾ നമ്മളിതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഉൾവിളി വന്നാൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും ഒന്നും നമ്മൾ പറ്റില്ല, നമ്മുടെ ജീവിതം പോകുള്ളൂ. പുതിയ പുസ്തകങ്ങളുടെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് 2025 എനിക്കാണ് എഴുത്തിൻ്റെ വർഷമാണ്. ഞാനൊരു 4-5 വർഷം എടുത്ത് എഴുതുന്ന ഒരാളായതുകൊണ്ട് 2022 ലാസ്റ്റ് ബുക്ക് ഇറങ്ങിയത്. പിന്നെ 3 വർഷമാകുന്നു. ദൈവത്തിൻ്റെ ചേരന്മാർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. നോട്ട് ഓൾ ഏഞ്ചൽസ് ഫ്ലൈ എന്നാണ് അതിൻ്റെ പേര്. അത് ഹാർപ്പർ കോളിൻസ് ഒരു ബ്രിട്ടീഷ് പബ്ലിഷറാണ്, അത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ബുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ ചില അനുഭവങ്ങളെ വളരെ ഡീപ്പായിട്ടുള്ള റോ എക്സ്പീരിയൻസസ് കലർത്തി ഒരു 20 ലൈഫ് എക്സ്പീരിയൻസ്, ദൈവത്തിൻ്റെ ചേരന്മാർ പോലെ തന്നെ പുസ്തകം. അത് നമ്മളൊരു പബ്ലിഷറായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഇംഗ്ലീഷിലും ഏറെക്കുറെ മലയാളത്തിലും ആയിട്ടുണ്ട്. അപ്പോൾ അത് 2 ഇറങ്ങും. അതല്ലാതെ നമ്മുടെ റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂമർ ഓറിയൻറ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈഫിലുണ്ടായ ഒരുപാട് ഇപ്പം നമ്മുടെ അമ്മ പാവയ്ക്ക പൊതിഞ്ഞ പോലത്തെ കഥകൾ പോലത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ ഒരു പേജിൽ എഴുതി അതിൽ നിന്നൊരു ഇൻസൈറ്റ് പോലെ ആർക്കും വായിക്കാമെന്നുള്ള രീതിയിലൊരു 365 ദിവസം ഓരോ അനുഭവം വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായൊരു അനുഭവം അടിപൊളി. ഇപ്പോൾ ഏകദേശം 150ഓളമായി. അതൊരു 250 എത്തുമ്പോൾ അതൊരു ബുക്കായിട്ട് വേറെ സെപ്പറേറ്റ് ഇറങ്ങും. ഇപ്പോൾ 3 ബുക്കുകൾ ഇങ്ങനെ പൈപ്പിലൈനിലാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പറയട്ടെ. കുറേ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഉള്ളൊരു കമൻ്റാണ്, ജോപ്പൻ്റെ വിവാഹമാണ് എന്ന് അറിഞ്ഞുണരുന്ന ഒരു പുലരി ഞങ്ങൾക്കുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പം ഈ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ബേബി സ്റ്റെപ്പ് ഒക്കെ നടത്താൻ പോവാണല്ലോ, ബേബി സ്റ്റെപ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ആരാധകരെ ശാന്തരാകുവൻ എന്ന രീതിയിൽ ആരാധകർക്ക് അല്ലെങ്കിൽ ഫാൻസിന് നേരത്തെ ഒരു അലേർട്ട് കൊടുക്കുമോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് ഒരു അലേർട്ട് കൊടുക്കുമോ? ഇല്ല, അങ്ങനെ അലേർട്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അറിയിക്കുമല്ലോ, ഇതാണ് കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയായിരിക്കും. അത്രേ ഉള്ളൂ. അതിനകത്ത്
എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഒരു ആരാധനയുടെ അപ്പുറത്തോട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എവിടെയും അവർക്ക് ഉപകാരപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് കുറേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കളർന്ന ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മൾ സംസാരിക്കുന്ന കണ്ട് ആ ഒരു രീതി കണ്ടോ കാഴ്ചയിലോ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആരാധകർ എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാണ്ട് ഉള്ളിൽ നമ്മൾ പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ടോക്ക് സെഷൻ കേട്ടിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള സാമീപ്യം കൊണ്ടോ ഉള്ളിൽ അവർക്ക് ചെയ്തൊരു മാറ്റം ഉണ്ടായി ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് അവർ സന്തോഷിക്കാതിരിക്കണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഒരു അയാൾക്ക് അങ്ങനെ ഒരു കൂട്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യുന്നുണ്ടാവുകയായിരിക്കും. എനിക്ക് വേണ്ടി എനിക്ക് നല്ലൊരു നമ്മളെക്കാളും കൺസേൺ ആവുന്ന ഫോളോവേഴ്സ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അവർ ചിലരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ലൊരാളിലേക്ക് എത്തിച്ചേരാം. ആർക്കറിയാം എത്തിച്ചേരോ ഇല്ലേ. പക്ഷേ വലിയ നോയ്സ് ഉണ്ടാവുമോ എനിക്കറിയില്ല. നമ്മൾ സൈലൻ്റ് ആയിട്ട് സൈഡിൽ കൂടെ പോകുള്ളൂ. ഓക്കെ, അപ്പം നല്ല ബന്ധങ്ങളും നല്ലൊരു പ്രണയവും നല്ലൊരു വിവാഹ ജീവിതവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ബുക്കിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്ലഷർ. താങ്ക് യു.